എൻ്റെ പേര് ഗായത്രി ലാൽജിത്ത്. ബ്രില്യൻറ്റിലെ R30 ബാച്ചിലായിരുന്നു ഞാൻ റിപ്പീറ്റ് ചെയ്തത്. എനിക്ക് ഇപ്രാവശ്യത്തെ നീറ്റിൽ 711 ആണ് മാർക്ക് കിട്ടിയത്. അതിനെല്ലാം താങ്ക്സ് ബ്രില്യൻറ്റിനോട് തന്നെയാണ്. അവിടുത്തെ എക്സാംസ് കൃത്യമായി എഴുതുക എന്നുള്ളത് തന്നെയാണ് നീറ്റ് ക്രാക്ക് ചെയ്യാനുള്ള കീ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഓരോ എക്സാമും മിസ് ചെയ്യാതിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ നീറ്റിലേക്ക് കൂടുതൽ സ്റ്റെപ്സ് അടുത്തടുത്ത് വരുന്നത് പോലെ തോന്നും. ഓരോ എക്സാമും സ്കിപ്പ് ചെയ്യാതെ എഴുതുമ്പോൾ തന്നെ നമ്മൾ നീറ്റിന് കൂടുതൽ ക്ലോസ് ആയി വരും. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് എക്സാം എഴുതുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടിലാണ്. ഞാനൊക്കെ ആണെങ്കിൽ അത് പകുതി വെച്ച് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ബ്രില്യൻറ്റ് പരീക്ഷ എഴുതാൻ തരുന്ന അറ്റ്മോസ്ഫിയറിൽ നമുക്ക് അങ്ങനെ നിർത്തി പോകാനൊന്നും പറ്റില്ല. അതുകൊണ്ട് മൊത്തം ഇരുന്ന് എഴുതാൻ തന്നെയുള്ളതാണ് കീ. പിന്നെ നമ്മളുടെ ഹോസ്റ്റലാണെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ്. എന്ത് പനി വരികയാണെങ്കിലും വേറെ എന്തെങ്കിലും ആവശ്യമാണെങ്കിലും അവരെല്ലാം കൃത്യമായിട്ട് ചെയ്തു തരും. ഫുഡ് വളരെ നല്ലതായിരുന്നു. എനിക്കങ്ങനെ ടൈം വെച്ച് പഠിക്കുന്നതിനേക്കാളും എനിക്ക് ഇപ്പം ഒരു ദിവസം 3 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ പറ്റിയാൽ ഞാൻ ഹാപ്പി ആയിരുന്നു. അല്ലാതെ ഇത്ര സമയം എന്നുള്ളതിനേക്കാളും ഞാൻ കൂടുതൽ ഒരു കാര്യം ചെയ്ത് തീർക്കണം എന്നുള്ള ഗോളിനെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറക്ടേഴ്സ് എപ്പോൾ മീറ്റിംഗ് വെച്ചാലും കൃത്യമായിട്ട് പഠിക്കണം എന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ എപ്പോഴും സ്ട്രെസ് ചെയ്യുന്ന കാര്യമാണ് ഉറക്കം. ഇത് മെമ്മറി റിറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഉറക്കം അത്രയും വേണമെന്ന് മീറ്റിങ്ങിലൊക്കെ പറയാറുണ്ട്. നമുക്ക് തീരെ സ്ട്രെസ് ഇല്ലാത്ത ഒരു അറ്റ്മോസ്ഫിയർ ആണ് പഠിക്കുന്ന കാര്യത്തിൽ തരുന്നത്. അത് തന്നെയാണ് ഒരു ഭയങ്കര സക്സസ്സിനുള്ള ഒരു ഫാക്ടറായിട്ട് തോന്നുന്നത്. 2025 നീറ്റ് എഴുതുന്ന ആൾക്കാരോട് പറയേണ്ടത് NCERT സ്ട്രെസ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. ബയോളജിയിലെ ഓരോ വേർഡും നമ്മളുടെ എക്സാമിനും ക്വസ്റ്റൻ ആയിട്ട് വരുന്നുണ്ട്. ചിലതൊക്കെ ക്വസ്റ്റൻ കാണുമ്പോൾ മാത്രമേ ഈ ടെക്സ്റ്റിലുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ. ബയോളജി എല്ലാ ടെക്സ്റ്റും കൃത്യമായിട്ട് വായിക്കുക. കെമിസ്ട്രിയുടെ ഇനോർഗാനിക്കും ടെക്സ്റ്റ് വായിക്കണം. ഓർഗാനിക്കിലും ടെക്സ്റ്റ് ഒന്ന് ചോദിക്കാറുണ്ട്. ഫിസിക്കൽ മാത്രമേ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഫിസിക്സ് ആണെങ്കിൽ എല്ലാം ക്വസ്റ്റ്യൻസ് കൂടി തന്നെ പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു 200 ക്വസ്റ്റ്യൻ ഒരു ചാപ്റ്ററിൽ നിന്ന് ചെയ്യുമ്പോൾ തന്നെ അത് മൊത്തം കവറാവുന്ന പോലെ നമുക്ക് തോന്നും. സ്ട്രെസ് ഫ്രീ ആയിട്ട് പരീക്ഷ എഴുതാന്നുള്ളതാണ് വേറൊരു കാര്യം പറയാനുള്ളത്. സ്ട്രെസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറേ എണ്ണം തെറ്റാൻ സാധ്യതയുണ്ട്. സ്ട്രെസ് ഫ്രീ ആയിട്ട് എത്ര സ്ട്രെസ് ഫ്രീ ആയിട്ട് എഴുതാൻ പറ്റുന്നോ അത്രയും നന്നായി ചെയ്യാൻ പറ്റും. അപ്പോൾ കോൺഫിഡൻസ് ലെവൽ കീപ്പ് ചെയ്യുന്നതും ഒരു വലിയ ഫാക്ടറാണ്. അടുത്ത വർഷത്തെ നീറ്റിന് നന്നായി പ്രിപ്പയർ ചെയ്ത് നല്ല റിസൾട്ട് കിട്ടാൻ നിങ്ങൾക്കും ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.